എല്ലാവർക്കും ജനതാ ഗാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ടൊയോട്ട ഹൈക്രോസിലാണ്. 2024 മോഡൽ ഹൈക്രോസ്, ഏറ്റവും ബേസ് മോഡലായ GX വേരിയൻ്റ് ആണ്. പക്ഷേ നമുക്കിപ്പോൾ നോക്കിയാൽ ഒരു ഇസഡെക്സിൻ്റെ അതേ സെയിം ലുക്കിലാണ് നിൽക്കുന്നത്. ഇസഡെക്സിനെ കാട്ടിയും ഭംഗിയായിട്ടുള്ള ലുക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ബേസ് മോഡൽ ഹൈക്രോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ബഡ്ജറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇതൊരു ആറ്റിറ്റ്യൂഡ് ബ്ലാക്ക് കളറിൽ വരുന്ന ഹൈക്രോസ് ആയിരുന്നു. ഫ്രണ്ടിൽ പ്രധാനപ്പെട്ട മാറ്റം ആസ് യൂഷ്വലായിട്ട് ടൊയോട്ട ജിയാ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സിഗ്നേച്ചറായിട്ട് ഈ കളർ കോമ്പിനേഷൻ ഗൺമെറ്റൽ ഗ്രേ ആണ് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള ഏത് കളർ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡേർഡായിട്ട് വരുന്നത് റെഡ് കളറാണ്. നമ്മൾ സാധാരണ ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ള ഗൺമെറ്റൽ ഗ്രേ ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ബ്ലാക്കോ വൈറ്റോ ഏത് കളർ വേണമെങ്കിലും നമുക്ക് പെയിൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നീട് ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മെഷ് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ വണ്ടികളിലും കോമൺ ആയിട്ട് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഇസഡെക്സോ വേരിയൻറ്റിൽ ചിലർക്ക് ഒരുപാട് സംശയമുണ്ട്, മെഷ് ആഡ് ചെയ്യാൻ പറ്റുമോ, ജിയാ ഗ്രില്ല് ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതുകൊണ്ട് ഇസഡെക്സോ ഓപ്ഷൻസ് ഉള്ളവർ കൂടുതലായിട്ട് മെയ്ബാക്ക് ഗ്രില്ലോട്ടാണ് പോകുന്നത്. പക്ഷേ ഈ ജിയാ ഗ്രില്ലിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് അഡാക്സ് ഫിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതും സോർട്ടഡ് ഔട്ട് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഈ ഗ്രില്ല് ഇഷ്ടമാണെങ്കിൽ ഇസഡെക്സോ വേരിയൻ്റ് ആണെങ്കിൽ നമുക്കത് ചെയ്തു തരാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വ്യത്യാസം, GX മോഡലിന് DRL വരുന്നില്ല. ഹൈക്രോസ് റേഞ്ചിൽ ഇസഡെക്സിന് മാത്രമേ DRL വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൽ അടുത്തൊരു DRL ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കവറിങ് അതേപോലെ ഗ്ലോസി ബ്ലാക്കിലേക്ക് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു ഒറ്റ സ്ട്രെച്ചിൽ നിൽക്കും. അത് കാണാനും കുറച്ചുകൂടെ അധികം ഭംഗിയാണ്. അപ്പോൾ DRL കവറിൻ്റെ ഈ ഭാഗമെല്ലാം സിൽവർ ആയിരുന്നു വരുന്നത്. അത് നമ്മൾ കസ്റ്റം ചെയ്ത് ബ്ലാക്ക് ആക്കിയിട്ടുള്ളതാണ്. പിന്നീട് ഈ ഫ്രണ്ട് എൻഡിൽ ഒരു ആഡ് ഓൺ ആഡ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്കിനകത്ത് ഏറ്റവും താഴത്തെ പോർഷൻ മാത്രം ഒരു സിൽവർ കോമ്പിനേഷൻ വരുമ്പോൾ അത് കുറച്ച് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ വണ്ടിയിൽ നമ്മൾ ഫ്രണ്ട് എൻഡിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു GX VX മോഡൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്താൽ വളരെയധികം നല്ലതാണ്. പിന്നീട് പ്രധാനമായിട്ട് മാറിയിട്ടുള്ളൊരു ഫോഗ് ലാമ്പാണ്. GX മോഡലിന് ഫോഗ് ലാമ്പ് വരുന്നില്ല. നമ്മളൊരു ട്രൈ കളർ പ്രൊജക്ടർ ഫോഗ് ലാമ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ബ്രൈറ്റ്നസ് ഉള്ളൊരു പ്രൊജക്ടർ ഫോഗ് ലാമ്പാണ് ഇത് വരുന്നത്. നമ്മുടെ ഹെഡ് ലാമ്പിൻ്റെ അതേ ബ്രൈറ്റ്നസ് തന്നെ കിട്ടും. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഹൈക്രോസിൻ്റെ ഹെഡ് ലാമ്പിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു LED യൂണിറ്റ് ആണ്. പിന്നീട് ആ കൂടിയുള്ള മോഡിഫിക്കേഷൻ വരുന്നതെന്ന് വെച്ചാൽ ഹെഡ് ലാമ്പ് റിമൂവ് ചെയ്തിട്ടുള്ള വർക്കിംഗ് ആണ്. പക്ഷേ അത് വാറണ്ടി പ്രശ്നങ്ങളെല്ലാം വരും. പക്ഷേ ഈ ഫോഗ് ലാമ്പ് ചെയ്യുമ്പോൾ ഹെഡ് ലാമ്പിൻ്റെ അതേ ബ്രൈറ്റ്നസ്സും കിട്ടും. നമുക്ക് വാറണ്ടി പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. സെപ്പറേറ്റ് വയറിംഗ് കിറ്റ് ഉൾപ്പെടെയാണ് ഇത് പോകുന്നത്. പിന്നീട് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ സൈഡിൽ വന്നേക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം കൂളിംഗ് ഫിലിം ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹൈക്രോസിൻ്റെ ഒരു ഡോർ വൈസർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് 2 രീതിയിൽ വരുന്നുണ്ട്. വിത്ത് ക്രോമും വരുന്നുണ്ട്, ഫുൾ ബ്ലാക്കും വരുന്നുണ്ട്. നമുക്ക് ഫുൾ ബ്ലാക്കാണ് ആവശ്യമെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ വർക്കൗട്ട് ചെയ്യാം. ഇതിനകത്ത് കസ്റ്റമറിന് ചെറിയൊരു ക്രോം എലമെൻറ്റും കൂടെ താല്പര്യം ഉണ്ടായിട്ടാണ് ഈ ഒരു ക്രോം ലൈൻ ഡോർ വൈസേഴ്സ് പോയിട്ടുള്ളത്. അതേപോലെ സൈഡ് ക്ലാഡിങ്ങും കൊടുത്തിട്ടുണ്ട്. സൈഡ് ക്ലാഡിങ് സൈഡ് പോർഷനിൽ വണ്ടിക്ക് കുറച്ചുകൂടെ ഒരു നല്ല ലുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഈ ബ്ലാക്ക് വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മളിത് PPF ചെയ്തിട്ടുണ്ട്, ഫുൾ ബോഡി PPF ചെയ്തിട്ടുണ്ട്. നമുക്ക് 5 വർഷം വാറണ്ടി വരുന്ന ഫുൾ ബോഡി PPFന് ഏകദേശം 80,000 രൂപയാണ് കോസ്റ്റ് വരുന്നത്. ഈ വണ്ടി എടുത്ത സമയത്ത് തന്നെ നമ്മൾ കസ്റ്റമറുമായിട്ട് റെക്കമെൻഡ് ചെയ്തത്, കാരണം ഈ വണ്ടി ഷോറൂമിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് നമ്മളെടുത്തോട്ട് വന്ന വണ്ടിയാണ്. ഇപ്പോൾ എല്ലാ വണ്ടികളും അങ്ങനെ തന്നെയാണ് വരുന്നത്. അന്നേ കസ്റ്റമർ എടുത്ത് PPF റെക്കമെൻഡ് ചെയ്തായിരുന്നു. പിന്നെ അവരുടെ ഒരു സമയക്കുറവ് മൂലം ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഈ വണ്ടിയുടെ കണ്ടീഷൻ വളരെ മോശമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം 2 ദിവസം ഫുള്ളായിട്ട് ഓൺ ത്രൂ പോളിഷ് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ 5 വർഷം വാറണ്ടിയുള്ള അൾട്രാ ഗാർഡിൻ്റെ PPF ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വണ്ടി വന്ന കണ്ടീഷനെ കാട്ടി നല്ലോണം മാറിയിട്ടുണ്ട്. മാത്രമല്ല ഡാർക്ക് വണ്ടികളിൽ നമ്മൾ എപ്പോഴും PPF ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നല്ലതാണ്. സ്ക്രാച്ച് പ്രൂഫും ആയിരിക്കും. അതേപോലെ ഗ്ലേസിങ് നമുക്ക് ഒരു പരിധിവരെ നിൽക്കാൻ പറ്റും. ഈ 5 വർഷം നിങ്ങൾക്ക് ഓൺലൈൻ വാറണ്ടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ വണ്ടീൻ്റെ ഒരു ക്വാളിറ്റീൻ്റെ കേസിലോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ സ്ക്രാച്ചുകളോ ഒന്നും വരുന്നില്ല. നമ്മുടെ ഫ്രണ്ട് ആഡ് ഓണിൻ്റെ അതേ കോമ്പിനേഷൻ ആയിട്ട് തന്നെ റിയറിൽ ആഡ് ഓൺ വരുന്നുണ്ട്. രണ്ടും ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടല്ല, സെപ്പറേറ്റ് യൂണിറ്റ് ആണ്. പക്ഷേ പ്രൈസ് ഒന്ന് തന്നെയാണ്. ഏകദേശം 7,000 രൂപയാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. നമുക്ക് വൈറ്റ്, സിൽവർ ഏത് വണ്ടിയിൽ വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. യൂണിവേഴ്സൽ ഫിറ്റ് ആണ്. നമുക്ക് ജസ്റ്റ് ടേപ്പ് ഉപയോഗിച്ച് തന്നെ സീറ്റ് ആവുന്നതാണ്. അടിയിലൊരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ സ്ക്രൂയിങ് ചെയ്യുന്നുണ്ട്. പിന്നീട് വന്നേക്കുന്ന ഈ ടെയിൽ ലാമ്പാണ്. ഇത് കണക്റ്റിംഗ് ടെയിൽ ലാമ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ലെക്സസ് മോഡൽ കണക്റ്റിംഗ് ടെയിൽ ലാമ്പാണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. സെൻറ്ററിനകത്ത് ഒരു ഇന്നോവ എന്ന് പറഞ്ഞ ബാഡ്ജിങ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചില കസ്റ്റമേഴ്സ് ഫുൾ ബ്ലാക്ക് വണ്ടി ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഈ ബാഡ്ജിങ് ഒഴിവാക്കാറുണ്ട്. ഈ ബാഡ്ജിങ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഇത്രയും ഭാഗം ബോഡി ഫിൽറ്റർ വെച്ച് കൊടുത്ത് ഫുൾ ബ്ലാക്ക് ആക്കി എടുക്കാറുണ്ട്. കണക്റ്റിംഗ് ടെയിൽ ലാമ്പിനോടൊപ്പം തന്നെ അടുത്തൊരു ആൽഫ്രഡ് മോഡൽ വരുന്നുണ്ട്. പക്ഷേ ഇത് ഈ ടെയിൽ ലാമ്പിനെക്കാട്ടിയും 2 ഇരട്ടി കോസ്റ്റാണ്. ഇത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആണ്, തൈവാൻ ഇമ്പോർട്ടഡ് ആണ്. നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഒരു ടെയിൽ ലാമ്പുമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ റിയർ എൻഡ് ചെയ്തിരിക്കുന്നത്. വളരെ ബേസിക് ആയിട്ട് നമ്മളൊന്ന് GX ജസ്റ്റ് ഒന്ന് ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ളൂ. കാരണം കസ്റ്റമറിന് ടൈം ഇല്ലാത്തതുകൊണ്ട്, പുറത്തായതുകൊണ്ട് ഒരുപാട് മോഡിഫിക്കേഷൻ വേണ്ടി വന്നില്ല. പിന്നെ GX ഏറ്റവും മിസ്സായിട്ടുള്ള ഒരു ഫീച്ചേഴ്സാണ്
360 ക്യാമറ, റിവേഴ്സ് സെൻസർ മാത്രമേ GX വരുന്നുണ്ട്. അപ്പോൾ യാത്ര ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം അവർ ഈ 360 ക്യാമറ ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഓൺകോഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 360 ക്യാമറയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻഡ്രോയിഡ് യൂണിറ്റ്, വയർലെസ് കാർപ്ലേ, ആപ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോ ഇതിലേക്ക് കൺവേർട്ട് ആയി കിട്ടും. അതിനോടൊപ്പം തന്നെ 360 കിട്ടും. ഏറ്റവും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 360 ക്യാമാണിത്. അപ്പം ഇതാണ് നമ്മുടെ സിസ്റ്റം വരുന്നത്. 9 ഇഞ്ച് വരെയുള്ള സിസ്റ്റമാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ 10 ഇഞ്ച് മോഡൽസും ഉണ്ട്. ഈ സ്പെസിഫിക് യൂണിറ്റ് 10 ഇഞ്ചിൻ്റെയാണ്. 9 ഇഞ്ചിൻ്റെ അവൈലബിൾ ആണ്. നമ്മുടെ ഇഷ്ടാനുസരിച്ച് മാറ്റാം. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഗ്ലോസി ഫ്രെയിമും ഇതിനോടൊപ്പം വരുന്നുണ്ട്. ഇതിൻ്റെ 360 ക്യാം നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ യൂണിറ്റ് വരുന്നത്. നമ്മുടെ കമ്പനി സ്റ്റോക്ക്, അതായത് ZX പോലും കമ്പനി സ്റ്റോക്ക് വരുന്നതിനെക്കാട്ടിയും കൂടുതൽ നല്ല ബ്രൈറ്റ്നസ്സിലാണ് ഈ സാധനം വരുന്നത്. ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഈ കാറിൻ്റെ ഫോട്ടോസ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഹൈക്രോസ് വേണമെങ്കിൽ ഹൈക്രോസ് തന്നെ നമുക്ക് വാങ്ങിച്ചിടാനും പറ്റും. ചെറിയ നാരോ റോഡ്സിലൊക്കെ പോകുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 360 ക്യാമിൻ്റെ ഏറ്റവും നല്ല ഉപയോഗം വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കായിട്ട് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഹൈക്രോസ് ഉണ്ട്, അതിനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മോഡിഫൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ സ്റ്റോറിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം പാരിപ്പള്ളിയിലാണ്. നമ്മൾ ഏകദേശം ഒരു 300 പര ഹൈക്രോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ വന്നിരിക്കുന്ന ഒരു GX മോഡലാണ്. ഈ GX മോഡലിൻ്റെ ഫുൾ കൺവേർഷൻ വീഡിയോ ഇനി അടുത്ത വരുന്നതായിരിക്കും. GX തൊട്ട് ZX വരെയുള്ള എല്ലാത്തിനും ഏതുതരം ഓഡിയോ റിലേറ്റഡ് ആയിട്ടാണെങ്കിലും ആക്സറീസ് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും പെയിൻറ്റിംഗ് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും എല്ലാത്തരം വർക്ക്സും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വാഹനത്തിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് താല്പര്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.